നാളെ തിയേറ്ററിലെത്തുന്ന വല്യേട്ടൻ സിനിമയെക്കുറിച്ച് കുറേ പേര് പറഞ്ഞു വരുത്തുന്നത് കൈരളിയിൽ വന്ന വല്യേട്ടനാണെന്നാണ്. എന്നാൽ കൈരളിയിൽ വന്ന വല്യേട്ടനല്ല നാളെ തിയേറ്ററിലെത്തുന്നത്. അതിന് നിരവധി പ്രത്യേകതകളാണുള്ളത്. ആ നിരവധി പ്രത്യേകതകൾ ഉള്ള വല്യേട്ടനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിൽ എന്തൊക്കെ വേണം, എവിടെ വെച്ചായിരിക്കണം, പ്രത്യേകത എന്തായിരിക്കും, ഇതൊക്കെ മുൻകൂട്ടി കണക്ക് കൂട്ടിയതിന് ശേഷമാണ് ചിത്രീകരണം തുടങ്ങാറ് പതിവ്. അതിനു മുൻപ് പല നിർമ്മാതാക്കളും ഈ സിനിമയെക്കുറിച്ച് വളരെ വ്യക്തമായി നിർമ്മാതാക്കൾക്ക് അറിവുണ്ടായിരിക്കും. എത്ര ദിവസം വേണ്ടി വരും, എവിടെയാണ് ലൊക്കേഷൻ, ഇതൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ബൈജു അമ്പലക്കര എന്ന നിർമ്മാതാവ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഷാജി കൈലാസ്, രഞ്ജിത്ത് കൂടി ഉണ്ടായപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വേവലാതി ഉണ്ടായില്ല. അവർ ഈ സിനിമ ചെയ്യുമ്പോൾ ബൈജുവിന് സ്വന്തമായി 2-3 മാസം മുമ്പ് വാങ്ങിയൊരു ബെൻസ് കാറുണ്ടായിരുന്നു. ജർമ്മനിയിൽ നിർമ്മിച്ച ബെൻസ് കാറ്. അന്നത്തെ ഒരു പ്രത്യേകതയുള്ള ബെൻസ് കാറാണെന്ന് ആലോചിക്കണം. ആ ബെൻസ് കാർ എന്ന് പറയുമ്പോൾ ബൈജു മമ്മൂട്ടിക്ക് ചില ഇതിനോട് ക്രൈസുള്ള പോലെ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ത് കണ്ടാലും മമ്മൂട്ടി അത് വാങ്ങും, ആരുടെ കയ്യിലായാലും വാങ്ങും. അങ്ങനെ സ്വന്തമാക്കുന്ന പോലെ ബൈജുവിന് കാറിൻ്റെ ക്രൈസ് ഉണ്ടായിരുന്നു. ഏത് കാറ് കണ്ടാലും വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് ഈ പ്രത്യേകത നിറഞ്ഞ ബെൻസ് കാറ് ആദ്യമായിട്ട് ബൈജു വാങ്ങിയത്. അത് തൻ്റെ ശരീരം സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ബൈജു ആ ബെൻസ് കൊണ്ടു നടന്നത്. മാത്രമല്ല, കൊല്ലം ജില്ലയിൽ ആദ്യം വാങ്ങിയ ബെൻസിൻ്റെ ഉടമ എന്നുള്ളൊരു ചെറിയ അഹങ്കാരം എന്നുള്ളൊരു സന്തോഷം അങ്ങനെ കൊണ്ടു നടന്ന ആ ബെൻസാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഷാജി കൈലാസ് ചോദിച്ചത്, ബൈജുവിൻ്റെ ആ ബെൻസ് കാറ് ഇതിന് വേണം. അവിടെ അതുവരെ നോ എന്ന് പറഞ്ഞിട്ടില്ലാത്ത ബൈജു പറഞ്ഞു, നോ ഷാജി, എൻ്റെ ഈ ബെൻസ് ഷൂട്ടിങ്ങിന് തരില്ല. നിനക്ക് ഷൂട്ടിങ്ങിന് വേണമെങ്കിൽ എത്ര ബെൻസ് വേണമെങ്കിൽ ഞാൻ വാടകയ്ക്ക് എടുത്ത് തരാം, എന്നാലും എൻ്റെ ബെൻസ് തരില്ല. അപ്പോൾ ഷാജി പറഞ്ഞു, ഈ ബെൻസ് തന്നെ വേണം. ഈ ബെൻസ് പറ്റിയില്ലെങ്കിൽ ഈ സിനിമ ചിത്രീകരിക്കാൻ, ഈ കഥ ചിത്രീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ രഞ്ജിത്തും അതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സിനിമയിൽ ഈ ബെൻസ് മസ്റ്റാണ്. ബെൻസ് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ ആനകളും ഇതിന് മസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ഈ ബെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്. കാരണം ബെൻസിൻ്റെ പ്രത്യേകത പറഞ്ഞു വരുമ്പോൾ ഈ ബെൻസ് ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. കഥാപാത്രം എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ അമ്പലക്കരയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കഥയാണ്. അവരുടെ വല്യേട്ടൻ എന്ന കഥാപാത്രത്തിൻ്റെ കഥയാണ്. ആ കഥ പറയുമ്പോൾ ഇതിലെ ബെൻസ് വേണം, ആനകൾ വേണമെന്ന് പറഞ്ഞു. ആനകൾ വിരോധമൊന്നുമില്ല, ആനകൾ കുഴപ്പമില്ല. പക്ഷേ 2 ആനകൾ, മൂന്നാമതൊരു ആന, വല്യേട്ടൻ പോലെ ഒരു മൂത്ത ആനയുണ്ട്. ആ ആന ഇത്തിരി കുറുമ്പനാണ്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് അങ്ങനെയാണ് ഇതിലേക്ക് സ്വന്തം കുടുംബത്തിൻ്റെ കഥയാണെന്ന് മനസ്സിൽ വന്നത്. അന്ന് ഈ കഥ ഇതൊക്കെ വിജയിച്ച് ശരിയാണ്. വിജയിച്ചപ്പോൾ 23 വർഷത്തിന് ശേഷം ഈ സിനിമ പുതിയ രീതിയിൽ 4K രീതിയിൽ ശബ്ദ ദൃശ്യം പുതിയ വരുമ്പോൾ പലരും പറഞ്ഞത് എന്താ, അതിനു മുമ്പ് കൈരളി ചാനലിലും തിയേറ്ററിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പുതിയ രീതിയിൽ വരുന്നു കേട്ടപ്പോഴാണ് ചിലർ എതിർപ്പുമായി പരിഹാസത്തോളം, ഇത് പല പ്രാവശ്യം ഞങ്ങൾ കൈരളി ചാനലിൽ കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരു ഡീമെറിറ്റിലേക്ക് നയിക്കാൻ ചിലർ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ ശ്രമം പരാജയമാണ്. കാരണം കൈരളി ചാനലിൽ കാണിച്ച ഒരു സിനിമയല്ല പുതിയ വല്യേട്ടൻ എന്നുള്ളതാണ്. എന്താണ് പുതിയ വല്യേട്ടൻ്റെ പ്രത്യേകത? ഞാനത് നിർമ്മാതാവ് ബൈജുവിനോട് ഇങ്ങനെ പറഞ്ഞു. ഞാനും തമാശ രൂപത്തിൽ ബൈജു, ഈ സിനിമ 4Kയിലേക്ക് മാർക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കോൾ അടിച്ചല്ലോ, വലിയ ചിലവൊന്നുമില്ലല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബൈജു പറഞ്ഞു, എന്താ അത് വെറുതെ പറയുന്നതാണ്. ഒരു കാര്യം സത്യം അറിയണം, കഴിഞ്ഞ 10 മാസമായി ഞാൻ ഈ സിനിമയുടെ പുറകിലാണെന്ന് ആലോചിക്കണം. കാരണം 4K എളുപ്പമാണെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ അത് ഈ പുതിയ കാലഘട്ടത്തിലേക്ക് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വിഷമകരമാണെന്ന് ആലോചിക്കണം. ഉദാഹരണമായിട്ട് ബൈജു ഇങ്ങനെയാണ്, ഉദാഹരണമായിട്ട് ഇതിലെ റീറെക്കോർഡിങ് തന്നെ എടുക്കും. കാരണം ഇത് എളുപ്പമല്ല എന്ന് പറയാൻ കാരണം ഒരു സിനിമയുടെ ഒരു ശക്തി തന്നെയാണ് ഇതിലെ റീറെക്കോർഡിങ്. അന്ന് ഈ സിനിമ റീറെക്കോർഡ് ചെയ്തത് രാജാമണിയാണ്.
രാജാമണി നന്നായിട്ട് റീ റെക്കോർഡ് ചെയ്യും, സംഗീതനേക്കാൾ കൂടി റീ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വല്യേട്ടൻ അന്ന് സിനിമ കണ്ടപ്പോൾ ആരാണ് ഇതിൻ്റെ റീ റെക്കോർഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ട് രാജാമണി ചെയ്തിരുന്നാലേക്കണം. അപ്പോൾ ആ രാജാമണി ഇപ്പം ഇല്ല, രാജാമണി മരിച്ചുപോയി. അപ്പോൾ രാജാമണി ഇല്ലെങ്കിൽ ഇത് പുതിയ സംവിധാനത്തിൽ റീ റെക്കോർഡിങ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ തോന്നി ഇപ്പോൾ ഇത് റീ റെക്കോർഡിങ് ചെയ്യുന്നത് ബെന്നിയാണെന്ന് ആലോചിക്കണം. ബെന്നി എത്ര കഴിവുണ്ടെങ്കിലും മറ്റൊരാൾ ചെയ്ത ഒരു റീ റെക്കോർഡിങ് സംഭവമാണിത്. അതിനേക്കാൾ മികച്ചു നിൽക്കാനേ പാടുള്ളൂ. അപ്പോൾ അതിന് കുറേ റിസ്ക് സംഭവങ്ങൾ വേണം. അപ്പോൾ അത് ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ ആ റീ റെക്കോർഡിങ് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ മാറിയ സാഹചര്യത്തിൽ ഇതിൻ്റെ ഈ സിനിമയിൽ അതേപോലെ നമ്മൾ കാണിക്കാൻ പറ്റില്ല. ചിലത് എഡിറ്റ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ടായിരിക്കാം. ആ എഡിറ്റിംഗ് ഒരു നിസ്സാര സംഭവമൊന്നുമില്ല. എഡിറ്റിംഗ് മാത്രമല്ല, ഇപ്പോൾ 24 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിനിമയിലായാലും സീരിയലിലായാലും ഇപ്പോൾ സിഗരറ്റ് വലിച്ചാൽ അത് എഴുതി കാണിക്കും ആരോഗ്യത്തിന് ഹാനികരമാണ് സിഗരറ്റ് വലിക്കരുത് എന്നുള്ളത്. മദ്യപിക്കണ രംഗമുണ്ടെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി കാണിക്കില്ലേ. സ്ത്രീകളോട് ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും അടിക്കണോ സംഘങ്ങൾ വരികയാണെങ്കിൽ സ്ത്രീകളെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ശിക്ഷാർഹമാണെന്ന് നമുക്ക് കാണിക്കാറുണ്ട്. ഇപ്പോൾ മൃഗങ്ങളെടുക്കുക, അപ്പോൾ ഇതിൽ നമ്മൾ മൃഗങ്ങളെടുക്കുമ്പോൾ മൃഗങ്ങൾക്ക് കുറേ നിയമം വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. മൃഗങ്ങളെ അങ്ങനെ അടിക്കാനോ ഇടിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, നമ്മുടെ ചില സിനിമകളിൽ വനത്തിൻ്റെ അന്തരീക്ഷത്തിൽ മൃഗങ്ങളുള്ള സിനിമ ചെയ്യുമ്പോൾ അത് കേരളത്തിലോ ഇന്ത്യയിലോ ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശത്ത് പോയിട്ടാണ് പലരും ഇത് ഷൂട്ട് ചെയ്ത് വേറെ രീതിയിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ചെയ്തിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഈ മാറ്റങ്ങൾക്കെല്ലാം പുറകെ പോകുന്ന മാത്രമല്ല, പുതിയ സെൻസറി സർട്ടിഫിക്കറ്റ് മേടിക്കണം ആലോചിക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് 4K എന്നുള്ള ശബ്ദത്തിൽ വ്യത്യാസം വരുന്നു, ദൃശ്യത്തിൽ വ്യത്യാസം വരുന്നു, മൊത്തത്തിലൊരു കളർഫുള്ളായി വരുമ്പോൾ മാത്രമല്ല തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അതിന് പ്രത്യേകത ശബ്ദ രീതികളുണ്ട്. ശരിക്കും നമുക്ക് എങ്ങനെ അത് ആസ്വദിക്കാൻ പറയുകയല്ല, നമ്മളത് കണ്ട് ആനന്ദിക്കേണ്ട ഒരു സംവിധാനമാണ് ഈ 4K വന്നിരിക്കുന്നത്. അങ്ങനെ ആക്കി മാറ്റുമ്പോൾ തന്നെ ടെൻഷൻ. കാരണം ഞാനിപ്പോൾ ഇന്ന് രാവിലെയും കൂടി ഈ നിർമ്മാതാവായിട്ട് വിളിച്ചപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 മാസമായി ഈ സിനിമയുടെ പുറകിലാണെന്ന് പറയുമ്പോൾ വെറുതെ ചെയറിലിരിക്കുകയല്ല. ഈ സിനിമയെ A to Z വരെ എല്ലാം പുതിയതാക്കാൻ വേണ്ടി നിർമ്മാതാവ് ഇതിൻ്റെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. ആ ഓട്ടത്തിനിടയിലാണ് ഈ ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണ ഡേറ്റ് തീരുമാനിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും പിഴവ് വന്നാലോ അപ്പോൾ ആ ടെൻഷൻ, ഈ പണം മാത്രം പോരാ, ടെൻഷൻ ഒരു പ്രധാന ഘടകമാണ്. ടെൻഷൻ ഇല്ലാതിരിക്കണം. ഇത് എല്ലാവരെ കൊണ്ട് ഓടിപ്പിക്കാനും പറ്റില്ല. അങ്ങനെ ഓടിപ്പിക്കാനും പറ്റില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ വല്യേട്ടനേക്കാൾ കൂടുതൽ ദിവസം ഓടുക മാത്രമല്ല, ഇതൊരു ഉത്സവത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഈ പുതിയ വല്യേട്ടൻ രംഗത്ത് വന്നിരിക്കുന്നതായിരിക്കണം. അപ്പോൾ നമുക്ക് എളുപ്പം വേണമെങ്കിൽ പറയും, ഇതിപ്പോൾ പഴയ വല്യേട്ടനാണ്, അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ നമുക്ക് പറഞ്ഞ് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു നിർമ്മാതാവിൻ്റെയും നടീനടന്മാരുടെയും സിനിമ എഫർട്ട് കുറച്ച് കാണിക്കുന്നവർക്കിടയിലേക്കാണ് ഈ വലിയ എഫർട്ടുമായി വലിയ താരപരിവേഷത്തോടെ ശബ്ദ മികവോടെ 26 നാളെ ഈ തിയേറ്ററിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡോണ്ട് മിസ്. ഇത് നിങ്ങൾ കുടുംബസമേതം തന്നെ കണ്ട് പല പ്രാവശ്യം കാണേണ്ട സിനിമയാണെന്ന് ഞങ്ങളും പറയുന്നത്.